ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ടൈം ഇപ്പോൾ എന്താ ചോദിക്കുകയാണെങ്കിൽ 2 സംതിങ് ആവാറായി. 2:06 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ തന്നെ നീച്ചിട്ടുണ്ട്. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നീക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് പിന്നെ മാറ്റലും ഒരുങ്ങലൊക്കെ ഭയങ്കര ടാസ്ക്കായി വരും. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഗൈസ്. ഉറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നീക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ആകെ പ്ലാൻ ചെയ്തൊക്കെ അലമ്പാവും. പിന്നെ രാവിലെ എങ്ങാണ്ടൊക്കെ നീച്ച് അപ്പോൾ പിന്നെ സീനാവണം. അതുകൊണ്ട് നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിന്നൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാണ് ചോദിക്കുകയാണെങ്കിൽ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ വ്ളോഗിക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചുട്ടു ബേബി ഋഷി ഒരേ ഉറക്കാണ്. കാണിച്ചു തരണോ? ഒറ്റ മിനിറ്റ്. കണ്ടോ, രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ എണീപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റായി ഗൈസ്. ഹായ് പറയും ചുട്ടു ബേബി, ഹായ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അരീക്കോട് ഞങ്ങൾ മുക്കത്തേക്ക് പോവുകയാണ്. അരീക്കോട് പാലം കഴിഞ്ഞിട്ടില്ലേ, ഇതാണ് കേട്ടോ ഗൈസ് അരീക്കോട് പാലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുക്കത്തേക്ക് ഇടാണ്. അതിൻ്റെ ഇടയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി ഗൈസ്. മുക്കത്തേക്ക് പോകണ വഴിയിൽ എൻ്റെ കൂടെ ഒരു പട്ടി കൂടി ബൈക്കിൻ്റെ പുറക്കെ വന്നു ഗൈസ്. ഞാൻ പേടിച്ചു പോയി. ഹായ് പറ. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ എവിടോ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അടിവാരം എത്തി ഗൈസ്. ഇത്ര നേരം കൊണ്ട് ഞങ്ങൾ അടിവാരം എത്തി. അപ്പോൾ വാഷ്റൂമിൽ പോകാനായിട്ട് ഞങ്ങളൊരു പെട്രോൾ പമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. ഏതാ പെട്രോൾ പമ്പാവാം എനിക്കറിയില്ല. എന്തായാലും ഒരു പെട്രോൾ പമ്പ് കണ്ടല്ലേ. എന്താണ് ചുട്ടുദേവി അവിടെ കാണിച്ച ആ ട്രാക്ടറില്ലേ, കണ്ടോ അവിടെ കണ്ടോ ആ ട്രാക്ടർ കാണിച്ചു കേട്ടോ. ചുട്ടുദേവിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. രാത്രി ആയതുകൊണ്ട് ഒരുപാട് ലോറികളൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ്. ചുട്ടപ്പുര പിരാന്തായി. എന്തായാലും ഞങ്ങൾ വാഷ്റൂം റഷ് കൂടെ വാഷ്റൂമിൽ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു കേട്ടോ പെട്രോൾ പമ്പ് ഏതാണ്. ഇത് അടിവാരത്തുള്ള പെട്രോൾ പമ്പാ തോന്നുന്നുണ്ട്. റഷ് വാഷ്റൂം പോയതാ കണ്ടോ. ടോയ്ലറ്റ് ചുട്ടപ്പ കുറേ ലോറി കണ്ടോ, കുറേ കണ്ടോ, രസമുണ്ടോ? ഇങ്ങനെ ആക്കി തംസപ്പ് കൊടുക്ക്. എന്തേലും പറ ഒന്നും പറയാല്ല. കേറി. യെസ്, ഞങ്ങൾ പടക്കുതിരയാണ് ഗൈസ്, പടക്കുതിര. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ എവിടെ ഇട്ട് തളർത്തിയിട്ടില്ല. അതായത് ഞങ്ങൾ എവിടെയും പെടുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. നമ്മൾ കുറച്ച് എണ്ണ അടിച്ചാലും അത്യാവശ്യം നല്ല ലോങ് വരെ പോട്ടോ. വലിയ വണ്ടി. ഇതാണ് ഗൈസ് 4ാമത്തെ എയർപിൻ. ഇവിടെ കണ്ടോ 4ാമത്തെ കുറച്ച് വണ്ടിയാവും ഗൈസ്. വയനാട് ജംഗിൾ സഫാരി ഗൈസ്. ഈ വണ്ടി ഞങ്ങൾ മുന്നേ പോയി. QR കോഡ് ഉണ്ട്, സ്കാൻ ചെയ്യാൻ. ഗൈസ് ഞങ്ങളങ്ങനെ 9ാമത്തെ വളവിലെത്തി ഗൈസ്. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിൻ്റെ കയ്യിലാണ്. കാണിച്ചു തരണോ വണ്ടികൾ വരുന്നത്? പക്ഷെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ 9ാമത്തെ വളവിലാണ്. കണ്ടോ ആറ് മണിയായി ഗൈസ്. 6 മണി കഴിഞ്ഞ് സൺറൈസ് ആവാൻ ഇവിടേക്ക് കോടയാണ്.
കളിയാക്കാണ്ട് കൊണ്ടുപോയി ഊട്ടി എത്തി മക്കളെ. ഊട്ടി അടിപൊളിയാണ്. അടിപൊളി പറഞ്ഞ ഒരു രക്ഷയില്ല. നല്ല തണുപ്പും അടിപൊളി കോട കാണിച്ചോ. ഇതാണ് കോട പറന്ന് വരുന്നുണ്ട്. കോട കാണാത്ത പോലെ ഒന്നല്ല, പക്ഷെ എന്നാലും അല്ലേ. ചന്ദ്രേട്ട ഇപ്പോഴും പോയിട്ടില്ല ഗൈസ്. ചന്ദ്രേട്ട കണ്ടോ മുകളിലൂടെ? കണ്ടോ? സൂര്യേട്ട ഇപ്പോൾ വരും ഇവിടുന്ന്. സൺറൈസ് ആവാനായി തോന്നുന്നുണ്ട്. കുറച്ചേരം കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സൺറൈസ് ആവേക്കാറല്ലേ. അയ്യോ തണുക്കണേ. രാവിലെ കാണിച്ചോ. ഒരുപാട് വണ്ടി വരുന്നില്ല. തണുക്കണില്ല ചുറ്റോ. ചുട്ടേ പച്ച ആരോന കണ്ടില്ല. അങ്ങനെ പറയല്ലേ ബേബിയെ. അടിച്ചോണ്ടായിട്ട് കാണില്ല. നല്ല തണുപ്പും നോക്കും. ചായ കുടിക്കുക. ഞങ്ങളെ കൂട്ടത്തിൽ ഷുട്ട് ബേബിയാണ് കേട്ടോ. ഫാസ്റ്റില്ലാണ്ട് ഫുഡ് കഴിക്കാൻ ആൾ കുറേ ടൈമാണ് പുള്ളിക്കാരനെ ഫുഡ് കഴിക്കാൻ. അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. പക്ഷേ അത് ക്ലോസാണ് ഗൈസ്. 9-10 ആവും തുറക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ ടൈമില്ല ഗൈസ്. നമ്മൾ ചായ കുടിക്കാൻ കയറിയ ആ ഒരു കടേൻ്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. അതായത് ചെങ്ങലക്കിട്ട ആൽമരം. പിന്നെ മൂപ്പനെ കുറിച്ച് പറയണ്ടല്ലോ. ഇതാണ് കരിന്തണ്ട മൂപ്പന്. പുള്ളിക്കാരന് ആണ് ഈ വയനാട് ചുരം കണ്ടുപിടിച്ചത്. അതിന് ശേഷം പുള്ളിക്കാരനെ ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയതാണ് കേട്ടോ. അന്നേരം ചുരത്തുമ്പോൾ ഇങ്ങനെ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാവണതിന് വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ മനസ്സിലായി പുള്ളിക്കാരൻ്റെ ആത്മാവിടെ കടന്ന് കറങ്ങുന്നത് അതുകൊണ്ടാണ് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന്. അങ്ങനെ പുള്ളിക്കാരനെ പിടിച്ചിട്ട് ഈ ആൽമരത്തിൽ തറച്ചെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ കബനി നദി. കബനി നദി ഒഴുകിയിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇതിൻ്റെ വേറെ ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ കബനീൻ്റെ വേറൊരു ഭാഗം. റിവർ വാലി പറഞ്ഞിട്ട് പോണ വഴി കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി നോക്കുന്നേ ഉള്ളൂ. പോയാൽ നിറയെ തവള മക്കളാണ് കേട്ടോ. ഇതൊക്കെ കൂട്ടമായിട്ട് നടക്കും. ചില ആൾക്കാർ ഇതിനെ അങ്ങനെ ബ്ലാക്ക് മോളി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യണ കണ്ടിട്ടുണ്ട്. അതവർ കള്ള പറയാണ് ഗൈസ്. ഇത് തവളാട്ട് മക്കളാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഒന്നാണ് കേട്ടോ ഈ കബനി നദി. അങ്ങനെ ഞങ്ങൾ മാനന്തവാടി എത്തി ഫുഡ് കഴിക്കാനായിട്ട് കയറിട്ടോ. വെള്ളപ്പവും പിന്നെ അതുപോലെ തന്നെ പൂരിയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരുനെല്ലി റൂട്ടിന് വിളിച്ച് പിടിച്ചിട്ടോ. ഫുൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നല്ല കെയർഫുള്ളായിട്ടാണ് പോയത് കേട്ടോ. എങ്ങനെ ആനൊക്കെ മുന്നിൽ പെട്ടിക്കണോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ്. അതുകൊണ്ട് നമ്മൾ നല്ല കെയർ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ആനൊന്നും മുന്നിൽ പെട്ടിട്ടില്ല. ആനിമൽസിനൊന്നും സൈറ്റ് ചെയ്തിട്ടില്ല. കാരണം അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഫുൾ കാട്ടിലേക്കാണ് കേട്ടോ.
അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഉണ്ണിയപ്പം കടയിലെത്തിയിട്ടുണ്ട്. തിരുനെല്ലി വരുന്നവരൊക്കെ ഉണ്ണിയപ്പം വാങ്ങാണ്ട് പോവാറില്ല എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഞങ്ങൾ വാങ്ങി കുറച്ച് ഉണ്ണിയപ്പം കേട്ടോ. ബസ്സിൽ വരുമ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റാറില്ലാത്തതിൻ്റെ സങ്കടം ഞങ്ങൾ ഇത്തവണ അങ്ങോട്ട് തീർത്തിട്ടോ. 60 രൂപയ്ക്ക് 9 പീസ് ഉണ്ണിയപ്പം കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഫസ്റ്റ് ട്രൈ ആണ്. ഈ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടോ, ഞങ്ങൾ പണ്ട് അതായത് ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ തിരുനെല്ലിയാണെന്ന് പറഞ്ഞിട്ട് ആ ബസ് സ്റ്റോപ്പിലെ കണ്ടാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ റൂം ബുക്ക് ചെയ്തിരുന്ന ആൾക്കാർ ഞങ്ങളെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കാൻ കേട്ടോ. അങ്ങനത്തെ ആ തിരുനെല്ലി ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഫൈനലി. നമ്മൾ ഇവിടെ എങ്ങാണ്ട് ഒരു റൂം എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പണ്ട് കുട്ടിയില്ലാത്തതിന് മുന്നേ, അതായത് കല്യാണം കഴിഞ്ഞ ശേഷം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തിരുനെല്ലി എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. ഇവിടെ കേട്ടോ ബസ് നിർത്താറുള്ളത്. KSRTC ബസ്സും ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും ഉണ്ടാവാറുണ്ട് കേട്ടോ. നാളെ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, കാരണം ഇവിടെ നമുക്കൊരാളെ കാണാനുണ്ട്. അത് ഞാൻ നാളെ കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ റൂം. നന്നായിട്ട് അലങ്കോലമായിട്ട് ഞങ്ങൾ വന്ന പാടെ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. നല്ലൊരു ഉറക്കം ഉറങ്ങി സുഖമായിട്ട്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. 4 മണി ആയിണെങ്കിൽ ഇവിടെ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോട്ടെ. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞങ്ങൾ ഉണ്ണിയപ്പം വെച്ചിട്ടാ ഇത്ര നേരം അഡ്ജസ്റ്റ് ചെയ്തേ. അന്നേരം പോയി ചോറ് തിന്നിട്ട് വരാം എന്തായാലും. ഓക്കെ, ഞാൻ റൂമൊക്കെ വിശദമായിട്ട് അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്.